ഇഡ്ഡലിന് ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനിതൊരു നാടൻ രീതിയിൽ നമ്മുടെ സോയ ചങ്ക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. നമ്മൾ ആദ്യം തന്നെ സോയ ചങ്ക്സ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിൽ ഇടുമ്പോഴൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരും കേട്ടോ, നല്ല വീർത്ത് വരും. ഇനി നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റായി ചൂടാറിയതിന് ശേഷം വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞെടുത്ത് നല്ല സ്പോഞ്ച് പോലത്തൊരു സാധനമാണ്. എന്നുവെച്ചാൽ വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് സ്വെല്ല് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് നല്ലോണം സ്ക്വീസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു സ്റ്റൈല് ഒരു സോയ ചങ്ക്സ് റെസിപ്പിയാണ്. നമുക്കിതൊരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നമുക്ക് നല്ലപോലെ കോമ്പിനേഷനായിട്ട് പോകുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. സോയ നല്ല വരട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ തന്നെ ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഇന്ന് വയ്ക്കാൻ പോകുന്നത്. ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പോലെ തന്നെ കടുകിടുക. നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഒരു സെയിം റെസിപ്പിയാണ്. മുട്ടക്കറി പോലെയും നമ്മൾ ചിക്കൻ റോസ്റ്റ് ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ സെയിം തന്നെ. ആ ഒരു ഫ്ലേവർ വരണമെങ്കിൽ നമ്മൾ മറ്റേ ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ കുറച്ച് ആഡ് ചെയ്തൊക്കെ നമ്മുടെ പൊടിക്കൈകളൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സോയ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത്തിരി കടുക് എടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി തുടങ്ങി കേട്ടോ. കടുകൊക്കെ പൊട്ടി തുടങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. സവോള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു എളുപ്പപ്പണിയാണ്. നമ്മൾ ലഞ്ച് ടൈമിൽ ഇനിയിപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായ അമ്മമാർക്കൊക്കെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് വിടാനുള്ളതാണ്. സ്കൂൾ ബസ് വന്ന് ഹോണടിക്കും മുന്നേ നമുക്ക് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി വിടണ്ടേ. അപ്പോഴത്തേക്കും നമുക്ക് ഇത് വാടി വരുന്ന സമയത്ത് നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഞാനന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് കിടന്നൊന്ന് വഴണ്ട് വന്നോട്ടെ. ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് ടേസ്റ്റിന് ആവശ്യം ഇതിന് വഴണ്ട് വരാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സെമി ഗോൾഡൻ ഈ ഒരു പിങ്ക് കളർ, ഈ സവാളയുടെ ഈ ഒരു പിങ്ക് ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ സോയയെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവോളയൊക്കെ അവിടെ കിടന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സോയയൊക്കെ ഒന്ന് സ്ക്വീസ് ചെയ്ത്, നല്ല ചൂട് വെള്ളമാണ് കേട്ടോ, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ആ സമയം നമ്മുടെ സവോളയൊക്കെ അവിടെ കിടന്ന് വഴണ്ടോളും കേട്ടോ. കണ്ടോ, നമ്മുടെ സോയ നല്ല ബോൾസായിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി പിഴിഞ്ഞെടുത്ത് മാറ്റിയിട്ട് കാണാം. കാരണം ഇപ്പം ഈ ഒരു ഡ്രൈ സോയയിലോട്ടാണ് നമ്മുടെ മസാല കയറി പിടിക്കാൻ പോകുന്നത്. കാരണം ഇതിനകത്തുള്ള വെള്ളം ഒത്തിരി നമ്മൾ ഊറ്റി കളയുവാണ്. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ നമ്മുടെ മസാലയല്ല സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു സവാളയൊക്കെ വാടി ആ പിങ്ക് ഷെയ്ഡൊക്കെ മാറി സവാളയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ സോയ വേവിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് നമ്മൾ സോയ വേവിച്ചെടുത്തത്. നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും, ഒരു ഫ്ലേവർ തന്നെ അങ്ങ് മാറും. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടി മസാല എടുത്തിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ സോയ കൂടെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് മഞ്ഞളും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ.
ഇത് കുറച്ച് ഡ്രൈ ആണെന്ന് നമുക്ക് തോന്നും. നമുക്ക് ഈ മസാലയുടെയൊക്കെ പച്ച ഫ്ലേവർ മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജാറിൽ നമ്മൾ നേരത്തെ ജിഞ്ചർ ഗാർലിക് അരച്ച് വെച്ചിരുന്നില്ലേ, അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ. കുട്ടന്മാരില്ലേ, ഈ ഒരു സോയൊക്കെ നമുക്ക് ഈ കറിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് പരുവത്തിന് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ടെക്സ്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ പിള്ളേരുടെയും നമ്മുടെ ഹസ്ബൻഡിൻ്റെയും നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്തായാലും ഈ ഒരു സ്മെല്ലിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ സ്മെല്ലിരുന്ന് കുറച്ച് നേരം ഇതങ്ങനെ റെസ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ നമ്മുടെ സോയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തിളയൊക്കെ വന്നു തുടങ്ങി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പട് വാശി പിടിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ കേട്ടോ. അപ്പോൾ ചെറിയൊരു തിളയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എൻ്റെ സോയ റോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വെക്കുക കേട്ടോ. സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അൻറ്റിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ, ടേക്ക് കെയർ.